കാരൂരിൽ മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നു. വിജയാണ് എല്ലാത്തിനും കാരണം, വിജയ് മുഖാന്തരമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും, മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും വിജയിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയിയെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് നേരം ചിന്തിച്ചു, ആരുടെ ഭാഗത്താണ് ന്യായം, ആരാണ് ഇതിന് കാരണം, എന്താണ് ഇതിൽ സംഭവിച്ചത്. ഞാൻ ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചത്, അവിടെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുക എന്നത് ദൈവനിശ്ചയാണ്. ദൈവനിശ്ചയത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല, വിജയിക്കുന്നല്ല ആർക്കും കഴിയില്ല. പക്ഷേ വിജയ്ക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? വിജയ് നിരപരാധിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിജയ്ക്ക് എന്താണ് ഇതിൽ പങ്കുള്ളത്? അവിടെ അത്രയും ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ, അമ്മമാർ, മുതിർന്നവർ, ഗർഭിണികൾ, അങ്ങനെ വേണ്ട ഒത്തിരി ലക്ഷത്തിന് താഴെ വരുന്ന ഏതാണ്ട് ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വിജയ് പോലും കരുതി കാണില്ല വിജയ്ക്ക് ഇത്രയും ആരാധകരുണ്ട് എന്നുള്ളത്. മിക്കവരും വിജയുടെ ആ പാർട്ടി ആയതുകൊണ്ടല്ല വന്നത്, വിജയെ ഒരു നോക്ക് കാണാൻ. വിജയ് ഒരു താരമാണ്, സിനിമാ നടനാണ്. ആ വിജയിനോടുള്ള ഒരു ആരാധന കൊണ്ട് വിജയിയെ ഒരു നോക്ക് കാണാനാണ് അവിടെ വന്നത്. എന്തുകൊണ്ട് വിജയ് അവിടെ എത്താൻ വൈകി എന്നതൊരു ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യം പോലും ചോദിക്കുന്നതിൽ പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള രാഷ്ട്രീയക്കാര് ഇതുപോലുള്ള പരിപാടികളിൽ ഒക്കെ പങ്കെടുത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് കൃത്യസമയം പാലിച്ച് എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ കഴിയാത്ത ഒരവസ്ഥ വരും. അല്ലെങ്കിൽ ഇത്ര സമയം ഇന്നിടത്ത്, അങ്ങനെ ഒരു ചാർട്ടേഡ് പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം ഇത്തരം പരിപാടികൾ നടത്തേണ്ടത്. അങ്ങനെ ഒരു പ്ലാനിങ് ആ പരിപാടിക്ക് ഉണ്ടായി കാണില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഓടിയെത്താനും ഉള്ള ഒരു ടൈം, പിന്നെ അതിനു മുമ്പ് നടന്ന ആ പരിപാടിയിൽ അവിടെ എത്ര സമയം എടുത്തു എന്നതൊക്കെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട് നമ്മളെ വൈകിക്കുന്ന കുറെ കാരണങ്ങളായിരിക്കാം. പിന്നെ വിജയ് എന്ന് പറയുന്ന ആ വ്യക്തിക്കും റെസ്റ്റ് വേണമല്ലോ. അപ്പൊ വിജയിയെ ഇങ്ങനെ എല്ലാവരും തുടരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ദുരന്തം അവിടെ സംഭവിക്കണം എന്ന ആ ഒരു മുകളിലിരിക്കുന്നവന്റെ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, ആ പ്ലാനിങ്ങിനെ മറികടക്കാനായിട്ട് ആർക്കും കഴിയില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ എല്ലാവരും വിജയുടെ ഒരു ഷോ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കരുതിയിട്ട് വിജയിനെ ഇങ്ങനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല. പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ വലിയ ജനക്കൂട്ടത്തെ വഹിക്കാൻ കഴിവുള്ള വലിയ മൈതാനങ്ങളിൽ വെച്ച് നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെ എന്തുകൊണ്ടൊരു മൈതാനം തമിഴ്നാട് സർക്കാർ വിജയിക്ക് അന്നേ ദിവസം കൊടുത്തില്ല എന്നതും ഒരു ചോദ്യമാണ്. പിന്നെ ജനങ്ങളുടെ സുരക്ഷ ഒരുക്കേണ്ടത് വിജയല്ല, ജനങ്ങളുടെ സുരക്ഷ ഒരുക്കേണ്ടത് അന്നേ ദിവസം ആ പരിപാടി നിയന്ത്രിക്കാൻ അവിടെ എത്തുന്ന പോലീസുകാരാണ്. എങ്ങനെയാണ് ഇവിടെ ഉന്തും തള്ളും തിരക്കും തിക്കും ഉണ്ടായത് എന്ന കാര്യത്തിലാണ് അന്വേഷണം വേണ്ടത്. വിജയുടെ ഒരു പരിപാടി ആയ കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ ഫസ്റ്റ് വിജയുടെ ആളുകൾ വിജയിനെ സേഫ് ആക്കാനേ നോക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു പരിപാടിയുടെ അടുക്ക് ഇങ്ങനെ ഒരു മഹാദുരന്തം സംഭവിച്ചപ്പം വിജയ് തന്നെ മുന്നിട്ടിറങ്ങി വന്നിട്ട് അങ്ങനെ ഒരു കാര്യം അവിടെ ആ സമയത്ത് ചെയ്യണം എന്ന എല്ലാവരുടെയും ആ ഒരു വാദത്തിൽ യാതൊരുവിധ കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയ് ഒരു സിനിമാ നടനാണ്. വിജയ് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങളാണ്. ഈ ഒരു ദുരന്തം സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ അതോ ഇനി സംഭവിപ്പിച്ചതാണോ എന്നൊരു കാര്യത്തിന് കൂടി ഇവിടെ വ്യക്തത വരാനുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന കാര്യത്തിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. വിജയിനെ കുറ്റപ്പെടുത്താനാണല്ലോ എല്ലാവർക്കും ധൃതി. അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു, അത്ര പേര് അവിടെ മരിച്ചു. പക്ഷെ ആർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കണ്ണീരൊഴിക്കോ? മരിച്ചവന്റെ ബന്ധുക്കളല്ലാതെ ആരെങ്കിലും അവിടെ കണ്ണീരൊഴിക്കോ? 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. അത്രയും മരണം അവിടെ സംഭവിച്ചിട്ട് പോലും കുറ്റപ്പെടുത്തുന്നത് വിജയിനെയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത്രയും മരണം സംഭവിച്ചതല്ല അവിടുത്തെ കാര്യം. അതെങ്ങനെ രാഷ്ട്രീയപരമാക്കി വിജയിൻ്റെ പാർട്ടിനെ ഇല്ലാതാക്കാം എന്നുള്ള ആ ഒരു തിക്കുമുട്ടലിലാണ് അവിടുത്തെ രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും പതറിപ്പോവും. വിജയിനെ എത്രയും പെട്ടെന്ന് സേഫ് ആക്കാനാണ്
ശ്രമിക്കുക. അല്ലാതെ വിജയിനെ ആ ആൾക്കൂട്ടത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഹോസ്പിറ്റലിലേക്കും കാര്യങ്ങൾക്കൊക്കെ വിജയ് തന്നെ ചെല്ലണം എന്ന് ആ സമയത്ത് നിർബന്ധം പിടിക്കുന്നത് യുക്തിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയ് പോലും ഇത്ര ആൾക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം. കാരണം നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ എത്ര പേര് വരും എന്നുള്ളൊരു കാര്യം പരിപാടി സംഘാടകർക്ക് അറിഞ്ഞുകൂടാ. വരുന്നവർ എത്ര പേരാണോ ചിലപ്പോൾ കൂടാം കുറയാം. അപ്പം ജനക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതവിടെ ഉണ്ടായില്ല. വിജയ് പോയി ഒളിച്ചിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. മരിച്ചവരുടെ കുടുംബത്തിന് വിജയ് നേരിട്ട് വേണ്ടത്ര സഹായങ്ങൾ ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ഏതൊരു വലിയ മനുഷ്യനായാലും ആ നിമിഷം പതറിപ്പോകും. കാരണം താൻ മൂലമാണല്ലോ ഈ ഉന്തും തള്ളും തിക്കും തിരക്കും ഇത്രയും ബഹളവും ജീവനുകൾ നഷ്ടപ്പെട്ടത് എന്നൊരു കാര്യം മനസ്സിലേക്ക് വരുമ്പോൾ എത്ര വലിയവനായാലും ഒറ്റ നിമിഷം പതറി ആടി ഉലഞ്ഞു പോകും. അങ്ങനെ ഹൃദയം ഉലയാത്തവരുണ്ടെങ്കിൽ അവർ മനുഷ്യരല്ല, മനുഷ്യത്വമുള്ളവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വേണ്ടത് വെറും രാഷ്ട്രീയ ലാഭ നേട്ടം മാത്രമാണ്. പക്ഷെ വിജയ് ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഒരു രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയിട്ടാണ് ഈ ദുരന്തം ഉണ്ടായപ്പോൾ വിജയ് ചിന്തിക്കുന്നതെങ്കിൽ വിജയ് സ്പോട്ടിൽ അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തേനെ. പക്ഷെ വിജയ് പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് വിജയ് തകർന്നു പോയത്. ആർക്കാണെങ്കിലും മനുഷ്യത്വമുള്ള ആർക്കാണെങ്കിലും ആ നിമിഷം പതറിപ്പോകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും എന്താണ് ചെയ്യുന്നത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി വിജയ് മൂലമാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് എന്നുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചവരോടുള്ള അനുകമ്പയല്ല, വിജയുടെ പാർട്ടിയെ ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇവിടെ ഉള്ളത്. മരിച്ചവരോടുള്ള അനുകമ്പയായിരുന്നെങ്കിൽ ആരെങ്കിലും അവർക്ക് വേണ്ടി കുത്തിയിരുന്ന് കരഞ്ഞോ, വിഷമിച്ചോ? ഇതിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നടക്കുന്ന നേതാക്കൾ എങ്ങനെയാണ്? ആ നിമിഷം അവിടെ സ്പോട്ടിൽ വരും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സെലിബ്രേറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഭയങ്കര തിരക്കായിരിക്കും. അപ്പം നമ്മൾ ആൾക്കൂട്ടത്തിൽ പെടാതെ മാറി നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും ഒക്കെ അടക്കാണ് ഈ ചെന്ന് കയറി കൊടുത്തിരിക്കുന്നത്. ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക? തിക്കിലും തിരക്കിലും പെടാതെ എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറി നിന്ന് കാണാനോ ഒക്കെ ശ്രമിക്കും. എന്തായാലും വിജയ് മുഖാന്തരം ഉണ്ടായ ഈ ദുരന്തത്തിന് തീർച്ചയായിട്ടും മരിച്ചവരുടെ കുടുംബത്തിനേക്ക് വേണ്ട അത്ര കാര്യങ്ങൾ വിജയ് നേരിട്ട് തന്നെ ചെയ്യും എന്നൊരു കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഇനി ആളുകൾക്ക് ഇതിൽ ചെയ്യാനുള്ളത് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ഞാൻ വിജയിയെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വിജയ് മുഖാന്തരമാണ്, വിജയ് കാരണമാണെന്നും പറഞ്ഞ് വിജയിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ജനത്തിരക്ക് പോലീസ് നിയന്ത്രിച്ചില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്.